ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് views.py വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് യൂസർ കഴിഞ്ഞ് നമുക്ക് അപ്ഡേറ്റ് യൂസർ ഉണ്ട്. സോ ഡിഫൈൻ അപ്ഡേറ്റ് യൂസറിന് മുന്നേ ആയിട്ട് ക്രിയേറ്റ് യൂസറിനും അപ്ഡേറ്റ് നോർമലി നമ്മൾ ക്രിയേറ്റിനും അപ്ഡേറ്റിനും ഒരേ ഫോമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ജാങ്കോക്കകത്ത് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ഓൾറെഡി ഒരു യൂസർ ചേഞ്ച് ഫോം കിടക്കുന്നുണ്ട്. സോ ആ ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. യൂസർ അപ്ഡേറ്റ് ഫോമിൽ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലാസ് എഴുതി വെക്കാം. ആസ് യൂഷ്വൽ ക്ലാസ് യൂസർ. ഇവിടെ നമ്മൾ യൂസർ ചേഞ്ച് ഫോം ആണ് കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേര് യൂസർ അപ്ഡേറ്റ് ഫോം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ യൂസർ ചേഞ്ച് ഫോമിന് ഇൻഫെർട്ട് ചെയ്യിച്ചു. നമുക്ക് വേണ്ടത് നമുക്ക് ഗ്രൂപ്പിന്റെ പേര് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സെയിം സാധനം. പിന്നെ നമുക്ക് വേണ്ടത് തൊട്ട് താഴെ പറഞ്ഞതുപോലെ ക്ലാസ് നെറ്റ്. ഈ സാധനങ്ങൾ നമ്മൾ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അഡ്മിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അഡ്മിന് നമ്മൾ തൽക്കാലം എന്ത് കൊടുക്കുന്നില്ല, പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ അഡ്മിന് കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ പാസ്വേഡ് 1ഉം പാസ്വേഡ് 2 ഇവിടെ ഞാൻ റിമൂവ് ചെയ്യണം. ഓക്കെ, അത് സൂപ്പർ അഡ്മിൻ ചെയ്തോളൂ, പാസ്വേഡ് മാറ്റുന്ന പരിപാടി. നോർമലി നമ്മൾ പാസ്വേഡ് ഒരു യൂസറിൻ്റെ അങ്ങനെ വെറുതെ കൊടുക്കാറുണ്ട്. മീൻസ് ഇൻ കേസ് അവരെന്തെങ്കിലും മാറി അടിച്ചു പോയി പിന്നെ ആ യൂസർക്ക് ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ആവണ്ട. സോ അതുകൊണ്ട് നമുക്ക് പാസ്വേഡ് 1ഉം പാസ്വേഡ് 2 ഇവിടെ നിന്ന് കളയാം. അതാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്. പിന്നെ സോ ഇവിടെ നമുക്ക് എന്ത് വേണം, യൂസറിനെ നമുക്ക് ക്രിയേറ്റ് അല്ല, നമുക്ക് അപ്ഡേറ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ലിസ്റ്റ് നമ്മൾ ചെയ്തു, മുകളിൽ ചെയ്തില്ലേ, ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള കോഡുകൾ എഴുതി വെക്കാൻ വേണ്ടി പോവാണ്. സോ യൂസർ അപ്ഡേറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഫംഗ്ഷന്റെ പേര് കൊടുക്കാൻ പോകുന്നത് അപ്ഡേറ്റ് തന്നെയാവും. റിക്വസ്റ്റ് എടുക്കും, റിട്ടേൺ ചെയ്യുന്നത് വെണ്ടർ റിക്വസ്റ്റ്. റിക്വസ്റ്റ് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഏതൊക്കെ നമുക്ക് പുതിയ HTML ഉണ്ടാക്കാൻ മറ്റേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഇടുന്നു, ആഡ് മാറ്റിയിട്ട് അപ്ഡേറ്റ് ആക്കും. ഓക്കെ, ഇത് കോപ്പി ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, എഴുതി വെക്കും. ഫോം വെക്കാൻ വേണ്ട, ഇത് അടക്കട്ടെ, ഇത് വേണ്ട, നമുക്ക് URL പേര്. സോ URL ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്ത് ക്രിയേറ്റ് അപ്ഡേറ്റ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യില്ല, ഞാൻ പറഞ്ഞ കാരണം അപ്ഡേറ്റ് കോമ വ്യൂസ് ഡോട്ട് എന്താണ് പേര്, അപ്ഡേറ്റ് അല്ലേ, അപ്ഡേറ്റ് യൂസർ അപ്ഡേറ്റ് നെയിം ഈക്വൽ ടു യൂസർ അപ്ഡേറ്റ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യാത്തതിന്റെ കാരണം പറയുന്നത് നമുക്ക് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഏത് യൂസറിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു നമ്മൾ മുന്നേ ചെയ്ത കാര്യങ്ങൾ തന്നെ. സോ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഐഡിയും കൂടെ പാസ് ചെയ്യണം. സോ ഞാൻ റിക്വസ്റ്റിന്റെ കൂടെ തന്നെ യൂസർ അണ്ടർസ്കോർ ഐഡി കൂടെ പാസ് ചെയ്യാം. നമുക്ക് പിന്നെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂസർ ഐഡി കൂടെ ഞാൻ അതിനകത്തേക്ക് പാസ് ചെയ്ത് വിടാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് യൂസർ മുന്നേ ചെയ്ത് തന്നെ അപ്ഡേറ്റ് ആണെങ്കിൽ വിളിക്കാണെങ്കിൽ യൂസർ ഈക്വൽ ടു ഗെറ്റ് ഒബ്ജക്റ്റ് ഗെറ്റ് അണ്ടർസ്കോർ ഒബ്ജക്റ്റ്. അതുകൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇതിന്റെ കൂടെ ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ ഫോർമാറ്റ് കോഡ്, ഈ സാധനം നമ്മൾ ഇവിടെ കോൾ ചെയ്യണം. ഗെറ്റ് ഒബ്ജക്റ്റ് ഓർ ഫോർമാറ്റ് കോഡ് അതിന് ഇങ്ങോട്ട് കോൾ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് അറിയാലോ ബാക്കി ഫോമിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഡീറ്റെയിൽ സ്കിപ്പ് ചെയ്ത് സ്പീഡിൽ കസ്റ്റം യൂസർ അല്ല, നമ്മൾ ടേബിളിൽ വരുന്ന യൂസർ കോമ ഐഡി ഈക്വൽ ടു യൂസർ ഐഡി. ഈക്വൽ ടു യൂസർ ഐഡി. പിന്നെ റിക്വസ്റ്റ് RETUST ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. നമ്മൾ ക്യാപ്ചർ കൊടുത്താൽ പോസ്റ്റ് ഫോം. ഓക്കെ, ഫോം കൂടെ ഇമ്പോർട്ട് ചെയ്യണം. ഫോമിൻ്റെ പേര് യൂസർ അപ്ഡേറ്റ് ഫോം. ഫോം ഈക്വൽ ടു യൂസർ അപ്ഡേറ്റ് ഫോം റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കോമ ഇൻസ്റ്റൻസ് ഈക്വൽ ടു യൂസർ form dot age underscore valid. നമ്മൾ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കൂടുതൽ. എന്തൊക്കെ വേണം, അപ്ഡേറ്റ് അണ്ടർസ്കോർ യൂസർ ഈക്വൽ ടു ഒരു വേരിയബിൾ ഉണ്ടാക്കി ഫോം ഡോട്ട് സേവ് കമ്മിറ്റ് ഈക്വൽ ടു ഫാൾസ്. പിന്നെ അപ്ഡേറ്റ് യൂസർ ഡോട്ട് ആരാൻ പാടില്ല ഈ സൂപ്പർ യൂസർ ഈക്വൽ ടു ഫാൾസ്. എന്തിനാണ് ചെയ്യണേ, ഡു നോട്ട് സേവ് അല്ലെങ്കിൽ ഓർ അപ്ഡേറ്റ് super user by any means. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അപ്ഡേറ്റ് യൂസർ ഈക്വൽസ് യൂസർ ഡോട്ട് സേവ്. ആ ഫോമിൽ നമ്മൾ സേവ് ചെയ്തു. നമുക്ക് അപ്ഡേറ്റ് അണ്ടർസ്കോർ യൂസർ ഡോട്ട് ഓക്കെ, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയിട്ട് കാണിച്ചു. അപ്ഡേറ്റ് അണ്ടർസ്കോർ യൂസർ ഡോട്ട് ഗ്രൂപ്പ്സ് ഡോട്ട് ക്ലിയർ. ഈ ലൈൻ എന്തിനാണ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫസ്റ്റ് നമ്മൾ ഫോം വരുമ്പോഴേക്ക് തന്നെ ആ ഇതിനകത്തുള്ള ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് കളയുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിനെയും കൂടെ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. സോ അപ്ഡേറ്റ് അണ്ടർസ്കോർ യൂസർ ഡോട്ട് ഗ്രൂപ്പ്സ് ഡോട്ട് ആഡ് ഫോം ഡോട്ട് ക്ലീൻഡ് ഡേറ്റ എന്താണ് ഗ്രൂപ്പ്സ്. നമ്മൾ ആഡിനകത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു സംഗതി. ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സംഭവം വരുന്നത് നമ്മളെ ഫോമിനകത്തു നിന്നാണ്. എവിടെ നമ്മളെ ഫോം, എവിടെ ഈ ഫോം, ഫോമിനകത്തു നിന്നാണ്. ഫോമിനകത്തുള്ള ഈ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പിന്റെ കേസ് ഒരാൾക്ക് മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ആവാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരാൾക്ക് എന്താ പറയണേ, ഒരാളെ നമ്മൾ അറിയാണ്ട് സ്റ്റാഫ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ, അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഫസ്റ്റ് നമ്മൾ അറിയാണ്ട് സ്റ്റാഫിൽ ഇട്ടുപോയി. ഓക്കെ, ഇനി ആ ഗ്രൂപ്പ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇവിടെ നമ്മൾ ആ ഗ്രൂപ്പ് ക്ലിയർ ചെയ്യും. ഫസ്റ്റ് തന്നെ പൈത്തൺ ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയം പിന്നെ ഒന്നും കൂടെ നമ്മൾ ആ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ലോജിക് എഴുതി വെക്കാം. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിനകത്ത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ആയി പോകുന്നതും കൊണ്ടാണ് പ്രശ്നം. സോ നമുക്ക് ഗ്രൂപ്പ് യുണീക്ക് ആക്കാനുള്ള കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക് അനുസരിച്ച് ചെയ്താം. അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. തൽക്കാലം ഇപ്പോൾ ഈ ഒരു ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഒരു മെസ്സേജും കൂടെ കൊടുത്തേക്കാം. മെസ്സേജ് ഡോട്ട് സക്സസ് ആണെന്നുണ്ടെങ്കിൽ യൂസർ ഇവിടെ റിക്വസ്റ്റ് കൊടുക്കട്ടെ. റിക്വസ്റ്റ് എടുത്തു, എന്നിട്ട് യൂസർ വാസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പരിപാടി കഴിഞ്ഞു. നമ്മൾ യൂസറിനെ ഡിലീറ്റ് ചെയ്യാനുള്ള പ്രിവിലേജും തൽക്കാലം കൊടുക്കുന്നില്ല, അഡ്മിന് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിൻ യൂസറിനെ ഡിലീറ്റ് ചെയ്യുന്നത് അബദ്ധവശാൽ സംഭവിക്കാവുന്ന കാര്യമാണ്. ഡാറ്റ മൊത്തം പോകുന്ന കേസാണ്. സോ അതുകൊണ്ട് നമ്മൾ യൂസറിനെ ഡിലീറ്റ് ചെയ്യുന്ന കേസ് അഡ്മിന് കൊടുക്കുന്നില്ല. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുകയാണ്, ഒരു ഫോം ഇട്ട് വെക്കുകയാണ്. നമ്മൾ കോണ്ടെക്സ്റ്റിൽ ഫോമിനെയും കൂടെ വിളിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരൊറ്റ ഡാറ്റ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ ഡാറ്റ അല്ലെങ്കിൽ 2 3 ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കോമിട്ട് എഴുതാം. പക്ഷേ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ urls.py നമ്മൾ ഈ ഐ ഡി പാസ് ചെയ്യണം. സോ സ്ലാഷ് ഐ ഡി അങ്ങനെയല്ലേ കൊടുക്കുക, സോറി ഐ ഡി അങ്ങനെയല്ലേ കൊടുക്കുക, ഒരു സ്ലാഷ് ഇപ്പുറത്തും കൊടുക്കണം. ഓക്കെ, ഈ സാധനം എനിക്ക് എപ്പോഴും തെറ്റുന്നതാണ്. നമ്മൾ പോയി നോക്കിയേക്കാം. ഏതാ ഹോം കംപ്ലൈൻറ്റ്സിനകത്ത് പോയി നോക്കിയേക്കാം. ഓക്കെ, ഇൻഡ് പി കെ ആണ് കൊടുത്തത്. ഇവിടെ നമ്മൾ പി കെ അല്ല കൊടുത്തത്, ഇവിടെ നമ്മൾ ഐ ഡി ആണ് കൊടുത്തത്. അതുകൊണ്ട് ഇവിടുത്തെ ഇതിനകത്ത് നമ്മൾ ഇൻഡ് ഐ ഡി ആണ് കൊടുക്കാൻ പോകണം. ഓക്കെ, നിങ്ങൾക്ക് പി കെ എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ ആണ്, ഐ ഡി എന്ന് പറഞ്ഞാൽ അറിയാലോ ഐ ഡി ആണ്, അത്രേ ഉള്ളൂ. സോ അപ്ഡേറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള HTML ഉണ്ട്. ആഡ് യൂസറിൻ്റെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഞാനത് ഇങ്ങനെ തന്നെ ഇവിടെ ഇടുകയാണ്. കാര്യങ്ങളൊക്കെ സബ്മിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലിസ്റ്റ് യൂസറിൻ്റെ അകത്ത് ഇതിൻ്റെ URL ആഡ് ചെയ്യണം. സോ യെസ്, ഇവിടെ നമ്മൾ ടോപ്പിൽ ക്രിയേറ്റ് യൂസർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടേബിൾ റോ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് ഇടുക. ഓൺ ക്ലിക്ക് ഈക്വൽ ടു വിൻഡോ ഡോട്ട് ലൊക്കേഷൻ ഡോട്ട് href ഈക്വൽ ടു URL ടാഗിൻ്റെ ഉള്ളിൽ എന്താ എടുക്കണ്ടേ, ഇവിടെ ഇപ്പുറത്ത് നമ്മളെ URLs വന്നു. യൂസർ ഹാൻഡിൽ കോളൻ യൂസർ അപ്ഡേറ്റ് എന്നല്ലേ നമ്മളതിൻ്റെ പേര്, എന്തായിരുന്നു പേര് കൊടുത്ത്, യൂസർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു. നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് പോലെ യൂസർ ഡോട്ട് പി കെ അല്ല, ഇവിടെ ഐ ഡി കൊടുത്ത് ഐ ഡി കൊടുത്തു. നിങ്ങൾക്ക് പി കെ കൊടുക്കണമെങ്കിൽ പി കെ കൊടുക്കാം. ഞാൻ അന്നേരം ഓർമ്മ വന്നൊരു പേര് കൊടുത്തു എന്നുള്ളൂ, ഐ ഡി കൊടുത്തു. ഇത്രയും കൊടുത്തു. നമ്മൾ സെർവർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സെർവർ റൺ ആയിട്ടുണ്ട്. എടുത്തു നോക്കുന്നു, യൂസേഴ്സിൽ എറർ അടിച്ചു. എന്താ പറഞ്ഞേ, നോ റിവേഴ്സ് മാച്ച് ഫൗണ്ട്. എന്താ ബൂട്ട് സ്ട്രാപ്പാ? അപ്ഡേറ്റ് യൂസർ വിത്ത് ആർഗ്യുമെന്റ്സ് നോട്ട് ഫൗണ്ട് പാറ്റേൺസ് ട്രൈഡ് അപ്ഡേറ്റ് യൂസർ അപ്ഡേറ്റ്.
ഓൺ ക്ലിക്ക് വിൻഡോ href. ഒരു സെക്കൻഡ്, hrefന്റെ ഉള്ളിലുള്ളത് ഇതല്ലേ ഈ സാധനം. ഇത് ഞാൻ തൽക്കാലം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് വെക്കുകയാണ്. ആൻഡ് ഈ ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ വിളിക്കുന്നത് യൂസർ തന്നെയാണ്, യൂസർ തന്നെയാണ്. ഓക്കെ ഫൈൻ. ഇനി നമുക്കൊന്ന് റിഫ്രഷ് അടിച്ച് നോക്കാം, വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ നസ്മാൻ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, ഇവിടെ അടുത്ത എറർ അടിച്ചു, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് റിട്ടേൺ ചെയ്യാൻ അങ്ങോട്ടേക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പരിപാടി കഴിഞ്ഞാൽ. അതൊന്നാമത്തെ കാര്യമാണ്. റിട്ടേൺ റീഡയറക്റ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്താ എവിടെയൊക്കെ നമുക്ക് പോകണ്ടേ, ലിസ്റ്റിലേക്കല്ലേ പോകണ്ടേ. സോ യൂസർ ഹാൻഡിൽ അതിനകത്തുള്ള ലിസ്റ്റ് യൂസറിലേക്കാണ് നമുക്ക് പോകേണ്ടി വരിക. ഓക്കെ, അത് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയത്, എൽസ് പറഞ്ഞിട്ടില്ല. ഇഫ് ഇട്ട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു, പിന്നെ നമ്മൾ എൽസ് പറഞ്ഞിട്ടില്ല. എൽസ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഫോം തന്നെ റിട്ടേൺ ചെയ്യിക്കും. ഫോം ഈക്വൽ ടു യൂസർ അപ്ഡേറ്റ് ഫോം, അതിൻ്റെ അകത്ത് ഇൻസ്റ്റൻസ് ഈ സാധനം ഇൻസ്റ്റൻസ് യൂസർ, അത് നമ്മൾ യൂസ് ചെയ്തു. എന്തായിരിക്കും ഇവിടെ നമ്മൾ യൂസർ ഐ ഡി കൊടുത്തു. ഇവിടെ നമ്മൾ യൂസർ ഐ ഡി ഒക്കെ കൊടുക്കേണ്ടത് കുട്ട. ഓക്കെ, അപ്പോൾ അത് പോയിട്ടുണ്ട്. ഇനി അടുത്ത എറർ. ഓക്കെ, നോക്കാം. അൺബൗണ്ട് ലോക്കൽ എറർ അറ്റ് യൂസർ ഹാൻഡിൽ അപ്ഡേറ്റ് ടു ലോക്കൽ വേരിയബിൾ ഫോം റെഫറൻസസ് ബിലോ അസൈൻമെന്റ്. ഓക്കെ, സോ നമ്മളെ പേജ് വന്നിട്ടുണ്ട്. ഇനി ഫോമിനകത്ത് വ്യൂസിനകത്താണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ഫോമിനെ വിളിക്കണം. ഫോം ഈക്വൽ ടു യൂസർ ക്രിയേഷൻ ഫോം, ഒരു അപ്ഡേറ്റ് ഫോം. അതിനകത്ത് നമുക്ക് ഇൻസ്റ്റൻസും കൂടെ പറഞ്ഞു കൊടുക്കാം. ഇൻസ്റ്റൻസ് ഈക്വൽ ടു യൂസർ ആണെന്ന് കൂടെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് യൂസർ ആണ് ഈ ഒരു ലൈൻ, ഈ ഒരു സംഭവം നമ്മളിവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് അതവിടെ ലോഡാവുമായിരിക്കണം. യെസ്, ലോഡായിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ യൂസറിനെ ഗെറ്റ് ചെയ്തു. എന്നിട്ട് യൂസറിൻ്റെ അകത്തുള്ള ഇൻസ്റ്റൻസ് ഈ യൂസർ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളെ യൂഷ്വൽ ഇഫ് മെത്തേഡ് എഴുതി സക്സസ് മെസ്സേജ് വരുന്നത് എന്തായാലും. ഓക്കെ, സക്സസ് മെസ്സേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. ഫൈൻ. സോ യൂസർ നെയിം നമ്മളിവിടെ കൊടുത്തു. ഗ്രൂപ്പ് നസ്മേനെ ഞാൻ സ്റ്റാഫ് ആക്കി. ഫസ്റ്റ് നെയിം കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ, നോ പാസ്വേഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് വിഷയമുള്ള കാര്യമല്ല. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഹൈഡ് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ പാസ്വേഡിൻ്റെ ഫീൽഡ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ജാങ്കോ കാണിക്കുന്നത്. സോ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം എന്നിട്ട്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ അപ്ഡേറ്റ് യൂസറിൻ്റെ ഉള്ളിൽ പാസ്വേഡ് ഫീൽഡ് ഉണ്ടോ, ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. ബ്ലോക്ക് കണ്ടന്റിൻ്റെ അകത്ത് ഞാനൊരു സ്റ്റൈൽ ടാഗ് ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇവനെ ഞാനൊന്ന് ഹൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഐ ഡി വിളിക്കുന്നു, ഡിസ്പ്ലേ നൺ കൊടുത്തു. ഇനി ഇവിടെ ഇതിന് രണ്ടിനും ഐ ഡി പാസ്വേഡാണ്. ഓക്കെ, സ്പാനിൻ്റെ അകത്തുള്ള ഹെൽപ്പ് ടെക്സ്റ്റ് ഇതിനും, പിന്നെ അതുപോലെ സ്പാനിൻ്റെ ഉള്ളിലുള്ള ഹെൽപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലും ഡിസ്പ്ലേ നന്നിട്ട് കൊടുത്തു. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇത് പോയി, പക്ഷെ ഇത് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് നോക്കണം. സ്പാനിനകത്തുള്ള ഹെൽപ്പ് ടെക്സ്റ്റ് ഇതിനല്ലേ, ഹെൽപ്പ് ടെക്സ്റ്റ് ഡിസ്പ്ലേ നൺ. കൺട്രോൾ ഷിഫ്റ്റ് അടിച്ച് നോക്കാം, പോയിട്ടില്ല. ഈ പാസ്വേഡ് എന്നുള്ള ഐ ഡിയും പോയിട്ടില്ല. ഓക്കെ, ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഐ ഡി. ഇത് ഒന്നാമത്തെ ഐ ഡിയാണ്. സോ ഇത് ഡിസേബിൾഡ് എന്താ പറയുക,
വരുന്ന കാറ്റഗറിയാണ് ഇത്. ലേബൽ ഫോർ ഐ ഡി പാസ്വേഡ് ഡിസ്പ്ലേ. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ എന്തോ സീരിയസിലുള്ള ഇഷ്യൂ എന്തോട്ടെ, അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഓക്കെ, ഹെൽപ്പ് ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ കൊടുത്ത് നോക്കാം. ഡോട്ട് ഹെൽപ്പ് ടെക്സ്റ്റ്. ഓക്കെ, ഹെൽപ്പ് ടെക്സ്റ്റ് പോയിട്ടുണ്ട്. പാസ്വേഡ് അങ്ങനെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. ഗ്രൂപ്പ് ഞാൻ സ്റ്റാഫ് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നസ്മാൻ്റെ സ്റ്റാറ്റസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടില്ല, നസ്മാൻ്റെ പാസ്വേഡ് അപ്ഡേറ്റ് ആയി നമുക്ക് മെസ്സേജ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. സോ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെസ്സേജസും കൂടെ ഒന്ന് ഇതിനകത്ത് കോഡ് ചെയ്തിടുകയാണ്.